ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ, അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്നത്. വീഡിയോയിൽ വന്നിട്ട് ക്യാമറ ഒക്കെ എവിടെയാണ് നോക്കേണ്ടതെന്നൊക്കെ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. ഓക്കെ, അതിപ്പോൾ ശരിയായെന്ന് തോന്നുന്നു. പിന്നെ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിന്ന് കൊട്ടിയൂർ പോവാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ വൈശാഖ മഹോത്സവം നടക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഒരു 10 വർഷം മുന്നേ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ടൈം പോയത്. അപ്പോൾ ഇവിടെ കണ്ണൂർ വന്നേ പിന്നെ പോയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ബട്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ കുറേ കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വണ്ടിയൊക്കെ വെച്ച് നടക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. മുൻപൊന്നും അങ്ങനത്തെ സ്ഥിതിയല്ലായിരുന്നു. നമ്മൾ അവിടെ തന്നെ ഇറങ്ങിയിട്ട് പോവാറാണ്. അപ്പോൾ പാർക്കിങ്ങിനാണെങ്കിലും നല്ല സൗകര്യമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താണെന്നറിയില്ല. ഞങ്ങളൊരു 9:30 ഒക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ, മഴ ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ്, അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ എന്താ, ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9:30, 9:45 അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ വണ്ടിയിൽ കയറി വിട്ടു. കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഉരുവച്ചാൽ പേരാവൂർ വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പാലുകാച്ചിപ്പാറയുണ്ട്. പക്ഷെ ആ ബോർഡ് മാത്രം കണ്ടു. എനിക്കിതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാ ഇവിടെയാണ് നമ്മുടെ പാലുകാച്ചിപ്പാറ. അതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ റോഡിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂസൊക്കെ ഉണ്ട്. ഈ ഇരിട്ടി സൈഡൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര രസമാണ് കാണാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ചപ്പുറത്തെത്തിയപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഒരു ഷോപ്പിൻ്റെ വരാന്തയിൽ കയറിയിട്ട് ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടു. എന്നിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ശരിക്കും മഴയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കര രസമല്ലേ. അത് നമുക്ക് പറ്റിയ ഒരാളാണെങ്കിൽ, അതായത് നമ്മുടെ വൈബിന് പറ്റിയ ഒരാളാണെങ്കിൽ പിന്നെ പ്രത്യേക രസമാണല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതാ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, ഒരു 50 കിലോമീറ്ററിൻ്റെ മേലെയുണ്ട്. അപ്പോൾ കുറേ സമയം എന്തായാലും പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷേ ഇതൊരു 3 കിലോമീറ്റർ ഇപ്പുറത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം എത്താറായപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, തിരക്കിൻ്റെ കാര്യമൊന്നും പറയാത്തത് നല്ലത്. ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ അമ്മോ, പുറത്തുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നു മലയാളീസ് അല്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബാവലിപ്പുഴ നല്ല ശക്തിയായിട്ട് തന്നെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ പുഴയിലേക്ക് ആൾക്കാർ ഇറങ്ങുന്നതിനൊക്കെ തടയാനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ രക്ഷാപ്രവർത്തകരുണ്ട്, ഒക്കെ ഇവിടെ സന്നദ്ധരായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ക്യൂ ഉണ്ട്. ഒന്ന് ക്യൂ അല്ല, ഒന്ന് ക്യൂ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ മണിത്തറയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യൂ. പിന്നെയും എന്നുള്ളത് പ്രദക്ഷിണം വയ്ക്കുക, അതായത് ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് വരുന്നവർക്ക് വേറൊരു ക്യൂ. അപ്പോൾ അതിൽ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ അത് തിരക്കില്ല എന്ന് വെച്ചാൽ അത് നീങ്ങുന്നുണ്ട്, മറ്റേത് നീങ്ങുന്നില്ല. കുറച്ച് പേരെ കയറ്റിയിട്ട് പിന്നെയും അവിടെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കുറച്ച് സമയം എടുത്തെങ്കിലും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അപ്പോൾ അവിടെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്, തിരക്ക്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ സമയം നല്ല അടിപൊളി സമയമാണ്. കാരണം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുമായിരുന്നു. അവിടെ ശിവേലി എഴുന്നള്ളത്ത് തുടങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താ, ഭയങ്കര സന്തോഷമായി, കാരണം അതും കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ ഇവിടുത്തെ കൊട്ടിയൂരത്തെ ശിവേലി എഴുന്നള്ളത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. മുൻപ് വന്ന സമയത്തൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞങ്ങൾ പോയി അല്ല അതായത് അവിടെ എത്തിയിട്ട് പ്രദക്ഷിണം വെക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും മാറ്റാൻ തുടങ്ങുമായിരുന്നു. അതായത് പ്രദക്ഷിണം വെക്കുന്ന ആ ഒരു ഏരിയയിൽ എല്ലാവരോടും സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശിവേലി എഴുന്നള്ളത്ത് തുടങ്ങാൻ നിൽക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ സ്റ്റെപ്പിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നമുക്കവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ അലൗഡ് അല്ല, ആ സമയത്ത് ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് കയറിയതിന് ശേഷം മേലെ ആ സ്റ്റെപ്പിലേക്ക് കയറിയാൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ മേലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു എല്ലാവരും. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള സ്ഥലമാണ് മണിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ നേർച്ച കൊടുക്കേണ്ടവർക്കൊക്കെ അവിടെ പോയിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് എടുത്തിട്ട് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാ ശിവേലി എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മിക്ക ആൾക്കാരും ഇങ്ങനെ ഈ കല്ലുകൾ കൂട്ടി അരച്ചിട്ട് ചന്ദനം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് കിട്ടിയത് ചന്ദനം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനത് നോക്കി, ഇതാ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്.
പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന കിണർ ഒരിക്കലും വറ്റാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൾമറയിൽ ഇങ്ങനെ എല്ലാവരും കല്ലുകളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതാ ഞങ്ങൾ ഈ വർഷത്തെ ഈ ഒരു ആഗ്രഹം ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഓടപ്പൂവൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.